നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. കൂടുതലും ശക്തമായും അതുപോലെ ഇനിയും ദിവസങ്ങൾ നീണ്ടു നിൽക്കാൻ ഒരുപക്ഷെ യുദ്ധത്തിന് കഴിയുമെന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വരുന്നു. കയറി അടിച്ചിരിക്കുകയാണ് നെതന്യാഹു കൃത്യ സ്ഥലത്ത് തന്നെ. എവിടെയാണോ അടിക്കേണ്ടത് അവിടെ തന്നെ കൃത്യമായി നെതന്യാഹു വെൽ പ്ലാനോടുകൂടി ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് ഹമാസ് തലവന്റെ മകനെയും ചെറുമകനെയും ഒന്നടങ്കം ആക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇതിന് വ്യക്തമായ കൃത്യമായ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഹമാസ് തലവൻ യഹ്യാ സിൻവാർ പറയുന്നത്. ഇനി ലക്ഷ്യം എന്റെ മക്കളെയും ചെറുമക്കളെയും കൊന്നെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ എനിക്കറിയാം. നെതന്യാഹുവിന്റെ മക്കളെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാൽ ഞാൻ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ്. ഇനി അതിനുള്ള നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകൻ യയറിനെ ലക്ഷ്യം വെക്കുകയാണ് ഇപ്പോൾ ഹമാസ് എന്ന് വേണം പറയാൻ. ഹമാസ് തലവൻ നേരത്തെയും ഈ യയറിൻ നെതന്യാഹുവിനെ കുറിച്ച് നിരവധി വാർത്തകൾ വന്നിരുന്നു. ഇവിടെ യുദ്ധമുഖത്ത് പലരും പല നാടുകളിൽ പോയിട്ടുള്ളവർ തിരിച്ച് ഇസ്രായേലിലെത്തി യുദ്ധമുഖത്തിന് വേണ്ടി പോരാടുമ്പോൾ യയറിൻ അമേരിക്കയിലുണ്ട് അല്ലെങ്കിൽ മറ്റ് പലയിടങ്ങളിലും ആഘോഷിക്കുകയാണ്, അവധിക്കാലം അടിച്ചു പൊളിക്കുകയാണ് നടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു. എന്തായാലും ഇനി അവരെയാണ് ലക്ഷ്യം വെക്കുന്നത്, നെതന്യാഹുവിന്റെ മക്കളെയാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും പെരുന്നാൾ ദിനത്തിന് കഴിഞ്ഞ ദിവസം പെരുന്നാളായിരുന്നു, ചെറിയ പെരുന്നാളായിരുന്നു. പെരുന്നാൾ ദിനത്തിൽ തന്നെ 3 മക്കളെയും 3 പേരക്കുട്ടികളെയും ഇപ്പോൾ യഹ്യാ സിൻവാറിൻ്റെത് വധിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതൊരു പിതാവിനെയും ഉലച്ചു കളയുന്ന ആ ദുരന്ത വാർത്തയിലും ഒട്ടും കുലങ്ങാതെ തന്നെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഉണ്ടെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരുടെ മരണം ഒരു പോരാളിയെ ഒട്ടും തളർത്തില്ല എന്നതിന്റെ നേർസാക്ഷ്യം കൂടിയായിരുന്നു ഖത്തറിൽ കഴിയുന്ന ഇസ്മായിൽ ഹനിയയിൽ ഇന്നലെ കണ്ടത് എന്ന് പലരും വിവരിക്കുന്നുണ്ട്. അയാളുടെ ആ ഒരു മനോധൈര്യത്തെ ഒക്കെ തന്നെ. എന്തായാലും ഇതിലൊന്നിലും തളർത്താൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. ഫലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായി മാറിയ ഇസ്മായിൽ ഹനിയക്കെതിരെയും മുമ്പും പലതവണ വധശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഹമാസ് സ്ഥാപകൻ ഷെയ്ഖ് അഹമ്മദ് യാസീന്റെ സന്തത സഹചാരി എന്ന നിലയിൽ ആർജിച്ചെടുത്ത രാഷ്ട്രീയ പ്രതിരോധ അനുഭവങ്ങളാണ് ഈ 62കാരന്റെ കരുത്ത് എന്നാണ് ഇസ്മായിൽ ഹനിയ തന്നെ പറയുന്നത്. ഗാസയിൽ ശത്രു കവർന്നെടുത്ത ഉറ്റവരുടെ വാർത്ത അറിഞ്ഞപ്പോൾ ഒട്ടും ഉലയാത്ത ശബ്ദത്തിൽ ആയിരുന്നു ഇന്നലെ ഖത്തറിൽ ഇസ്മായിൽ ഹനിയയുടെ പ്രതികരണം. ഇതോടെ ഹമാസിനെ തളർത്താമെന്നാണോ കരുതുന്നത് എങ്കിൽ ഇസ്രായേലിന് തെറ്റി ഹനിയ പറയുകയുണ്ടായി. ഗസയിലെ എല്ലാ രക്തസാക്ഷികളും എന്റെ മക്കളാണ്, അവരുടെ രക്തത്തെക്കാൾ വിലയേറിയതല്ല തന്റെ മക്കളുടെ രക്തമെന്നും ഹനിയയുടെ വാക്കുകൾ ഉണ്ടായിരുന്നു. തീർന്നില്ല, ഇസ്രായേലിനെ വിറകൊള്ളിക്കുമാറ് ഹനിയ ഇത്രയും കൂടി പറഞ്ഞിരുന്നു. രക്തസാക്ഷികളുടെ രക്തത്തിലൂടെ മുറിവേറ്റവരുടെ വേദനയിലൂടെയും ഞങ്ങൾ പ്രത്യാശയും ഭാവിയും സൃഷ്ടിക്കും. അതിലൂടെ രാജ്യത്തിനും ജനതയ്ക്കും സ്വാതന്ത്ര്യം നൽകും. ദൈവം മക്കളുടെ പാത എളുപ്പമാക്കട്ടെ എന്നും പ്രാർത്ഥിക്കാനും ഹനിയ മറന്നില്ല. പിന്നിട്ട കുറെ കാലമായി ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി എന്ന നിലയിൽ ചർച്ചകളിലും നയതന്ത്ര നീക്കങ്ങളിലും ആർജവമുള്ള ഫലസ്തീൻ ശബ്ദമായി മാറുകയാണ് അടിമുടി പോരാളിയായ ഇസ്മായിൽ ഹനിയ എന്ന് വേണം പറയാൻ. ഈ ഇസ്മായിൽ ഹനിയയ്ക്ക് വേണ്ടിയിട്ടാണ് പലയിടങ്ങളിലും പല ആശുപത്രികൾ അടക്കമുള്ളവ ഇടിച്ചു നിരത്താനൊക്കെ തന്നെ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത്. ഈ ഹനിയെ കിട്ടിക്കഴിഞ്ഞാൽ സർവ്വതും നിൽക്കുമെന്ന് തന്നെയാണ് പല തന്ത്രങ്ങളും. പെരുന്നാളിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവ വികാസം നടന്നതിലെ തിരിച്ചടി അത് നെതന്യാഹുവിന്റെ മക്കളുടെ ചോര ഒരുപക്ഷെ എടുത്തിട്ടാകാമെന്നടക്കമുള്ള ഭീഷണി സ്വരങ്ങളും ഒക്കെ തന്നെ ഒരു വശത്ത് ഉയരുകയാണ്.